എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് നിയമപരമായ ഒരു കാര്യം പറയാനാണ്. കുറേ നാളായല്ലോ എല്ലാവരെയും കുറച്ച് ഉപദേശിച്ചിട്ട്. അപ്പോൾ നിങ്ങളെയൊക്കെ ഉപദേശിച്ച് കൊന്നുകളയാന്ന് വിചാരിച്ചു. ഓക്കെ, ഈ ലോണൊക്കെ എടുക്കുമല്ലോ ആൾക്കാർ ബാങ്കിൽ നിന്ന്, വലിയ വലിയ എമൗണ്ട്, ഒരുപാട് വലിയ പ്രൊജക്റ്റുകളും അത് ഇതെന്നൊക്കെ പറഞ്ഞ് വീടുണ്ടാക്കാനും പേഴ്സണൽ ലോൺ മാത്രമൊന്നുമില്ല, വലിയ വലിയ പ്രൊജക്റ്റുകൾക്കൊക്കെ ആയിട്ട് ചില ആൾക്കാർ വലിയ വലിയ ലോൺസൊക്കെ എടുക്കും. അപ്പോൾ ആ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ജാമ്യത്തിൽ ഒപ്പിടുന്നൊരു പരിപാടിയുണ്ട്. അത് ആർക്കൊക്കെ അറിയുന്നത് എനിക്കറിയില്ല. ജാമ്യം ഒപ്പിടുക, ഷുവർട്ടി അല്ലെങ്കിൽ ജാമ്യം, ഗ്യാരണ്ടർ, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു തേർഡ് പാർട്ടിയുടെ ഒരു സിഗ്നേച്ചർ ഈ ലോൺ അപ്രൂവ് ചെയ്യാൻ വേണ്ടി ബാങ്ക്സ് വാങ്ങിക്കാറുണ്ട്. ഈ ലോൺ എടുത്ത് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, ചിലപ്പോൾ അവരത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ആരാ കുടുങ്ങുക? ഈ ഗ്യാരണ്ടർ, ഈ ജാമ്യം എടുക്കുന്ന ആൾ കുടുങ്ങും. അപ്പോൾ ചില സമയത്ത് അവർ പോലും അറിയാതെ ചിലപ്പോൾ ഈ ജാമ്യമല്ലേ, കുഴപ്പമില്ല, ഞാനല്ലല്ലോ എടുക്കുന്നത്, ഞാൻ ജസ്റ്റ് അവരെ രക്ഷിക്കലൊക്കെ വിചാരിക്കും. പക്ഷേ ചിലപ്പോൾ ഇവരെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും മക്കളെ. ഈ ലോൺ എടുത്തത് അടച്ചിട്ടില്ലെങ്കിൽ എന്താണ്? ജാമ്യം നിന്നവർ കുടുങ്ങും. ഈ ലോൺ എടുത്ത ആൾ ലോൺ അടച്ചിട്ടില്ലെങ്കിൽ ഈ ജാമ്യം നിന്ന ആൾ, ഈ ഗ്യാരണ്ടർ അല്ലെങ്കിൽ ഷുവർട്ടി ഒക്കെ ആയിട്ട് നിൽക്കുന്നയാൾ, അവരടയ്ക്കേണ്ടി വരും. അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ സ്വത്തെല്ലാം ബാങ്കിന് അവർ കൊണ്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ചിലപ്പം ഈ ഗ്യാരണ്ടർ പോലും അറിയാതെ ചില സെറ്റിൽമെൻറ്റ് എഗ്രിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അവരൊക്കെ സൈൻ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ജാമ്യം നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും ആ എഗ്രിമെൻ്റൊക്കെ വായിച്ച് നോക്കി സമ്മതം, പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം ഒപ്പിടുക. ഇല്ലെങ്കിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതെല്ലാം ഒരു കാര്യമില്ലാണ്ട് കൊടുക്കേണ്ടി വരും. ഈ ലോൺ എടുത്ത ആൾ പൈസയും കൊണ്ട് പോകും. നമ്മൾ ഈ ഗ്യാരണ്ടർ അല്ലെങ്കിൽ ജാമ്യം നിൽക്കുന്ന ആൾക്കാർ ഒരു നയാ പൈസയുടെ ഉപകാരം ആ ലോൺ കൊണ്ട് ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു ഒപ്പ് മാത്രമേ ഇട്ടിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ പേരിൽ സ്വന്തം അധ്വാനിച്ച അല്ലെങ്കിൽ കുടുംബക്കാർ അനുഭവിക്കേണ്ട, മക്കൾ അനുഭവിക്കേണ്ട, പേരക്കുട്ടികൾ അനുഭവിക്കേണ്ട, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ആരോ അവനവൻ്റെ കുടുംബത്തിൽ അവനവൻ അനുഭവിക്കേണ്ട സ്വത്തെല്ലാം ഒരു കാര്യമില്ലാണ്ട് ബാങ്കിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ പണിക്ക് നിൽക്കരുത്. ഓക്കെ, ആ പണിക്ക് നിൽക്കുവാണെങ്കിൽ സൂക്ഷിച്ച് ആലോചിച്ച് ബുദ്ധിപൂർവ്വം ചെയ്യുക.